എങ്കിലും കല്യാണം എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സമാധാനം ഉണ്ടെങ്കിൽ നോക്കാം. എനിക്കിപ്പോ നല്ല സമാധാനമുള്ള ലൈഫാണ്. ഇപ്പൊ എന്റെ ലൈഫിലോട്ട് ഒരാളെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് 3 ഉണ്ട് വീട്ടില്. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 17 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ കൊണ്ടിട്ട് ഗൗരി ലക്ഷ്മി എൻ്റെ പേരിൽ ഒരു പോക്സോ കേസ് കൊടുത്തു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇക്കഴിഞ്ഞ രാത്രി ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ കത്തിപ്പടർന്നേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഡോക്ടർ ഡ്രേക്ക് റമുറായ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നിന്നും അനന്തു സുൽജിത് ദീപ്തി എന്ന് പറയുന്ന ആളാണ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എബൌട്ട് അൻവിൻ ജോസ്. ഈ അൻവിൻ ജോസ് ആരാണെന്ന് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ചെറിയൊരു ബൈറ്റ് ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കോവിഡിനൊക്കെ കുറച്ചു കാലം മുന്നേ ഡിസൈഡ് ചെയ്തു ഇനി വർക്കല്ല, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ തുടങ്ങിയതാ. അപ്പം ഇപ്പൊ ചെയ്യുന്ന ബിസിനസ് ആണോ അവിടെ? ഇപ്പൊ ഞാൻ റിട്ടയർഡാ. വയസ്സായി 28 വയസ്സിൽ റിട്ടയർഡ് ആയോ? ഇനിയിപ്പോ ചില്ലടിച്ച് നമ്മുടെ ഒരു ഫാം ഹൗസ് സെറ്റപ്പിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു വൈബാണ്. ശ്രീലങ്കയിൽ നിന്നാണ് സത്യത്തിൽ അൻവിൻ്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. അവിടെ നിന്നും പിന്നീട് UK മാറുന്നു. അവിടെ നിന്നും ഒരു മൾട്ടി മില്യണറായി മാറിക്കൊണ്ട് തൻ്റേതായിട്ടുള്ള വലിയൊരു സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കുന്നു. പിന്നീട് തൻ്റെ 28ാം വയസ്സിൽ റിട്ടയർമെൻറ്റ് നടത്തുന്നു. വാവ്, വാട്ട് എ സ്റ്റോറി മാൻ. ആൻഡ് പുള്ളി ഒരു അൾട്ടിമേറ്റ് സിഗ്മ കൂടിയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അൻവിൻ ജോസ് എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. ആൻഡ് ആ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ 3 ഭാഗങ്ങളായിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് വരാനിരിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ തനിക്ക് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം ഇതേ അൻവിൻ ജോസ് ഈ അനന്തു സുൽജിത് പുള്ളിനെ ആണെങ്കിൽ പുള്ളിയുടെ ഫ്രണ്ട്സിനെയൊക്കെ ത്രെറ്റനിങ് നടത്തുകയും അതേപോലെ സെറ്റിൽമെൻറ്റിന് ശ്രമിക്കുകയും കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അൻവിൻ ജോസ്. കാര്യം പുള്ളി ആ ഒരു UK പോയേക്കുന്നത് തന്നെ മറ്റൊരാളുടെ ഡിപ്പെൻഡൻറ്റ് വിസയിലായിരുന്നു. മറ്റൊരു ലേഡിയുടെ, ഒരു നിലമ്പൂരുകാരിയുടെ ഡിപ്പെൻഡൻറ്റ് വിസയിലെ കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ അതൊന്നും പുള്ളി എവിടെയും കാര്യങ്ങളൊന്നും മെൻഷനോ കാര്യങ്ങളൊന്നും ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാണെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോ കാണാം. മീറ്റ് അൻവിൻ ജോസ്. UK ഭയങ്കര ഒരു ലക്ഷൂറിയസ് ലൈഫ് പുട്ട് ഔട്ട് ചെയ്ത് അതിലൂടെ ഒരു ഓഡിയൻസിനെ വളർത്തിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്തു. കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം കഴിക്കാൻ വിരോധമാണോ? വിരോധമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. മൾട്ടി മില്യണർ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന, എന്നിട്ട് 2023 റിട്ടയർ ആയ 21 മുകളിൽ കാർ കളക്ഷൻ ഉള്ള ഒരു കാർ എന്തൂസിയാസ്റ്റ്. ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണ്. അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ? പോട്ടെ, ഇയാള് മൾട്ടി മില്യണർ ആണെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിയിട്ട് GoFundMe പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു. പോട്ടെ, ഇതും പോട്ടെ. പക്ഷെ ആ കുട്ടിയുടെ ഡിപ്പെൻഡന്റ് വിസയിലല്ലേ അൻവിൻ എന്ന് പറയുന്ന വ്യക്തി UK നിന്നോണ്ടിരുന്നത്. 2022 ജാനുവരിയിൽ ഷിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി UK ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു. 2ാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ 30% ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു. 11ാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡൈല്യൂട്ട് ചെയ്തിട്ട് നിബു സിറിയാക്ക് 100% ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാവരും ആ കമ്പനിനകത്ത് പോവുകയും ചെയ്തു. സോ 11 മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടി മില്യണർ ആയിട്ട് റിട്ടയർ ആകാൻ പറ്റുമെന്നാണോ നിങ്ങളെല്ലാവരും പറയുന്നത്? ഇത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം UK ഒരു കെയർ ഹോം നടത്തിക്കൊണ്ട് ഒരു 11 മാസം കൊണ്ട് മൾട്ടി മില്യണറായി മാറാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം നമുക്കൊന്ന് തീരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഒരു UK ഒരു കെയർ ഹോം നടത്തിയിട്ട് ഒരു വർഷം കൊണ്ട് ആനുവലി നമുക്കൊരു ആവറേജ് റവന്യൂ എത്രത്തോളം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ 11 മാസം കൊണ്ടൊരു മൾട്ടി മില്യണറായിട്ട് മാറാൻ സാധിക്കുമോ. ആൻഡ് പുള്ളി തന്നെ പറയുന്നുണ്ട് മറ്റു പല ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊന്നും ഫെയിലിയർ അല്ല, സക്സസ് ആണെന്ന് തന്നെ പുള്ളി സംസാരിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി ഇപ്പോൾ ആ ഒരു നിലമ്പൂരുകാരുടെ ഡിപ്പെൻഡൻറ്റ് വിസയിലാണ് അവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ചെന്നിട്ട് അങ്ങനെ ഒരു ഡിപ്പെൻഡൻറ്റ് വിസയിൽ ചെന്നിട്ട് അതേ പുള്ളിക്കാരിക്ക് ഇതുപോലെ പഠിക്കാനെ കൊണ്ട് ഫീസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ എത്തിയേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മൾട്ടി മില്യണയറിന് ആ ഒരു സാഹചര്യത്തിൽ പൈസ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തള്ളാണോ അണ്ണേ? കറന്റ് ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഇന്റർവ്യൂവിനോട് വിരലിൽ എണ്ണാൻ പറ്റാത്തത് എന്നാലും ഒരു എക്സാക്ട് കൗണ്ട് വിരലിടാനൊക്കെ പറ്റി 21 വണ്ടിയോ അൻവിന്? ആ സെക്കൻഡ് ഹാൻഡ് BMW പിന്നെ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, ഒരു നിസാൻ പെട്രോള്, അത് വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാൻ പൈസ ഇല്ലാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഒരു വർഷമായിട്ട് ആ വണ്ടി. അതും അല്ലാതെ വേറെ ഏത് വണ്ടിയാണ് അൻവിന്റെ പേരിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് UK?
അങ്ങനെ ആണെങ്കിൽ അതിന്റെയൊക്കെ ലിസ്റ്റ് ഒന്ന് പുട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ സന്തോഷമായേനെ. തീർച്ചയായിട്ടും അത് പുറത്തോട്ട് പറഞ്ഞേ മതിയാകുകയുള്ളൂ അൻവിൻ. കാരണം ഇതിനകത്തൊരു സ്ക്രീൻഷോട്ട് കൂടി ഒരാൾ അയച്ചിരിക്കുന്ന മെസ്സേജിന്റെ വെച്ചിട്ടുണ്ട്. അവൻ വണ്ടിയെന്ന് പറയാൻ ഒരു BMW സെക്കൻഡ് ഹാൻഡ് മാത്രമുള്ളൂ. ഇപ്പം പെട്രോൾ വർക്ക്ഷോപ്പിലായിട്ട് നിയർലി 1 ഇയർ എടുക്കാൻ പൈസയില്ല. വേറെ വണ്ടിയൊന്നുമില്ല. ആരുടെ വണ്ടി കണ്ടാലും അവൻ്റെ ആണെന്ന് പറയും. പഴയ പോർഷെ ഉണ്ടെന്ന് വെറുതെ തള്ളിയതാ. ഈ പഴയ പോർഷയുടെ കാര്യം പറയുന്നത് കൊണാദി പോഡ്കാസ്റ്റിനകത്ത് ഈഗിളിൻ്റെ ആ ഒരു പോഡ്കാസ്റ്റിലാണ് വന്നിട്ട് ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈഗിളും ഇതേ അൻവിൻ ജോസും തമ്മിൽ ഒരുമിച്ചൊരു ബിസിനസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുന്നു. ഒരു ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അവരവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇതേ വ്യക്തി തന്നെ ഈഗിൾ ബ്രോൻ്റെ കുറിച്ചിട്ട് ഇനി എന്താണ് പറയാനുള്ളത്, ഇനി അടുത്തൊരു ഈഗിൾ ബ്രോൻ്റെ വീഡിയോ ആണ് വരാൻ പോകുന്നത് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫാം ഹൗസ്, ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ, ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അത് മേടിച്ചതാണെന്ന് പറയരുത്. 2017 അത് മേടിച്ചതാരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്. അത് ഞാനിവിടെ ഔട്ടാക്കുന്നില്ല. ഈ വീഡിയോ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂട്ടുകാരെ വരെ ത്രെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ടീം. എന്തിന്? സെറ്റിൽമെന്റ് ഓഫറിൽ വരെ വന്നിരുന്നു. കമ്മിങ് ടു ദ പോയിന്റ്, ഇതൊരു 3 പാർട്ടുള്ള സീരീസ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒരു ട്രെയിലർ മാത്രം. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. That starts with his auto spa business in UK and the trading platforms that he's going to launch in India. So, അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ. See you in part 2. അതാണ് ഈ 28-ാം വയസ്സിൽ റിട്ടയർമെന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അത് ഭയങ്കര ഒരു സിനിമാറ്റിക് ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ സിനിമ പോലെ നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു കഥ തന്നെയാണ്. അപ്പോൾ റിയൽ ലൈഫിൽ അങ്ങനെയൊക്കെ നടന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും എത്ര അടിപൊളിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. പക്ഷേ പുള്ളി ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മുന്നോട്ട് പല കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യുക എന്നുള്ളൊരു സാധനം വന്നപ്പോൾ ത്രെറ്റനിങ് ആയിട്ടും അതേപോലെ തന്നെ ഇതുപോലെ സെറ്റിൽമെൻറ്റിനും കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വേറൊരു സാധനം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ റീസെൻ്റ് ആയിട്ടൊരു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വിഷയം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മറ്റൊരു വ്യക്തിനെ മെൻഷൻ ചെയ്ത് ഞാൻ ഒരു കാര്യം അതിനകത്ത് സംസാരിക്കുന്നത്. ആരെയാണോ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഒപ്പം നിൽക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. അത് നമ്മുടെ ഇതേ അൻവിൻ ജോസ് തന്നെയാണ്. അപ്പം അൻവിൻ ജോസിന് ഇനി വള്ളി വരാൻ പോകുന്നത് ഈ ഒരു 3 പാർട്ട് വീഡിയോ ഇറങ്ങുമ്പോൾ മാത്രമാണെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. സുനിൽ OG മറ്റേ ഷുഗർ ഡാഡി ആപ്പൊക്കെ ഉണ്ടാക്കിയതൊരു പുള്ളിയാണ്. അപ്പോൾ പുള്ളിയുടെ ഒപ്പം നിന്നുകൊണ്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിലൊക്കെ കൂടുതൽ കാര്യങ്ങളോട്ടൊന്നും പോയി ചാടാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ വല്ലതും പോയി ചാടിക്കഴിഞ്ഞാൽ ഇപ്പം ഈ പുറത്ത് വന്നേക്കുന്ന വിഷയങ്ങൾ പോലൊന്നും അല്ല. അത് കുറച്ചൊക്കെ സീരിയസ് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ആയിട്ട് ഒരു പക്ഷേ നാളുകളിൽ മാറിയേക്കാം. എന്താണെങ്കിലും എൻ്റെ കാസറ്റിലെ ഹക്കീം അൻവിന് മെസ്സേജ് അയച്ചേക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് കുറച്ച് സ്കാമൊക്കെ ഉണ്ട് എന്ന് കേട്ട് ഉള്ളതാണോ? ഞാൻ കേട്ടു, എല്ലാവരും അയച്ചു തരുന്നുണ്ട്. കോൺഫിഡൻസ് ലെവൽ 100, ബ്രോ ഡ്രോപ്പ് ദ ട്യൂട്ടോറിയൽ, കുറച്ച് മാനിപ്പുലേഷൻ സ്കിൽസ് കൂടെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം പുള്ളിയുടെ ഭാഗത്ത് തെറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് അങ്ങനെ ത്രെറ്റനിങ് ആയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റിൽമെൻറ്റിന് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രമിച്ചേക്കുന്നത്? നിങ്ങളുടെ ഭാഗത്ത് തെറ്റുകളോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ ഫുള്ള് ഫേക്ക് ആയിരുന്നു. അപ്പം റീൽ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്നത് പോലെ ആ റീൽ മാത്രമാണോ നമ്മൾ കണ്ടത്? ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ എക്സ്പോസ്ഡ് ആയേക്കുന്ന ഈ ഒരു റിയാലിറ്റിയാണോ? തീർച്ചയായിട്ടും അൻവിൻ ജോസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവേണ്ടത് തന്നെയാണ്. കാരണം അവിടെ അങ്ങനെ ഒരു നിലമ്പൂരുകാരിയുടെ ഡിപ്പെൻഡൻറ്റ് വിസയിലേക്ക് അവിടെ ചെന്നിട്ട് ആ ഒരു പുള്ളിക്കാരിക്ക് ഇത്തരത്തിൽ പഠിക്കാനെ കൊണ്ട് പൈസ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും എന്നാൽ ഇതേ സാഹചര്യത്തിൽ 11 മാസം കൊണ്ട് മൾട്ടി മില്യണറായി മാറിയേക്കുന്ന ഒരു വ്യക്തിയാണ്. മൾട്ടിപ്പിൾ ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ട് ഒന്നുപോലും ഫെയിലിയർ ആവാത്ത ഒരാൾ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളപ്പം ആ ഒരു ലേഡി ആരാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പറയേണ്ടത് തന്നെ. ചിലപ്പോൾ ഒരുപക്ഷെ പ്രൈവസി കൊണ്ടായിരിക്കും നിങ്ങൾ ഇതിനു മുമ്പേ എക്സ്പോസ് കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ വെളിപ്പെടുത്താണ്ടിരുന്നത്. ബട്ട് ഈ ഒരു ടൈം നിങ്ങൾ ഈ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞേ മതിയാവുള്ള ആ ഒരു സിറ്റുവേഷനാണ്. എന്താണെങ്കിലും കുറച്ച് നാളുകൾക്ക് മുന്നേ പുള്ളി ഇന്റർവ്യൂസിനകത്തൊക്കെ വന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതോടെ ഒന്ന് കേൾക്കാം. കല്യാണം എന്നൊരു പ്ലാൻ ഉണ്ടോ? ഇല്ല. കല്യാണം എനിക്ക് വിരോധമാണോ? വിരോധമൊന്നുമില്ല. ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല. അത് നോക്കാം, സമയമാവട്ടെ, വരുമോ നോക്കാം. ഞാനായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യുന്നില്ല. ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുന്നില്ല. അതെന്തൊരു ബാക്ക് സ്റ്റോറി ഉണ്ടോ? എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടാവില്ല എവിടെയും. എങ്കിലും കല്യാണം എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സമാധാനം ഉണ്ടെങ്കിൽ നോക്കാം. എനിക്കിപ്പോൾ നല്ല സമാധാനമുള്ള ലൈഫാണ്. ഇപ്പം എൻ്റെ ലൈഫിലോട്ട് ഒരാളെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് 3 എണ്ണം ഉണ്ട് വീട്ടിൽ. എനിക്ക് അതാണ് പ്രധാനം. അതിനുവേണ്ടിയാണ് ഞാൻ ലൈഫ് അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ വരുന്ന ഒരാൾക്ക് അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല, ബെഡിൽ കിടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഞാൻ അങ്ങനെ ഒരാളെ അപ്രോച്ച് ചെയ്യാതിരിക്കുന്നത്. ഞാൻ എൻ്റെ സമാധാനമുള്ള ഒരു ലൈഫിൽ കൂടെ പോകുന്നതല്ലേ. അപ്പോൾ
വൈ നോട്ട്, ഇത് വേണമെന്നില്ല. ഇപ്പൊ മുമ്പ് ഇത്തരത്തിലൊരു വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നു. എന്താണെങ്കിലും ഇനി മുന്നോട്ട് അത്തരത്തിലൊന്നും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി എന്തെങ്കിലും വരികയാണെങ്കിൽ പുള്ളിക്ക് നോക്കാന്നുള്ള രീതിയിലാണ് പുള്ളി ഇവിടെ അങ്ങനെ ഒരു സ്റ്റാൻഡാണ് പുള്ളി പറയുന്നത്. എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ. അതുപോലെ പുള്ളിക്ക് ഇത്തരത്തിലൊരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. അതിന് എനിക്ക് തോന്നുന്ന ഈ ഒരു ബാക്ക് സ്റ്റോറി ഒരു പക്ഷേ ആ ഒരു നിലമ്പൂരുകാരി ആയിരിക്കും. ഇത് തോന്നാനുള്ള ഒരു കാര്യം മറ്റൊന്നുമല്ല, ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻസ് കിടപ്പുണ്ട്. കാരണം ഈ നിലമ്പൂരുകാരിയുടെ ഡിപെൻഡന്റ് വിസയിലാണ് പുള്ളി അതിന് UK ചെന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെ അവിടെ ചെന്നേക്കുന്ന ഈ ഒരു വ്യക്തി 11 മാസം കൊണ്ട് ഒരു മൾട്ടി മില്യനെയർ ആയേക്കുന്ന ഒരാൾ തന്നെയാണ്. പല പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ളപ്പം ആറ് ഡിപ്പെൻഡന്റ് വിസയിലാണോ പോയേക്കുന്നത്, ആ ഒരു വ്യക്തി പഠിക്കാൻ പൈസ ഇല്ലാതെ ഇങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴത്തേക്കിന് ഈ മൾട്ടി മില്യനെയറിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു ടൈമിലും ഈ പറയുന്ന ഈ വീഡിയോക്കകത്ത് കൊടുത്തേക്കുന്ന ടാഗ് ചെയ്തേക്കുന്ന പോലെ തന്നെ ഒരു റെന്റഡ് റിച്ച് ആണോ ഈ പറയുന്ന അൻവിൻ ജോസ്. അപ്പോൾ അവിടെ ഒരുപാട് കൺഫ്യൂഷൻസ് ഇങ്ങനെ കിടക്കുകയാണ്. അൻവിൻ ജോസ് ഇതൊക്കെ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് ബാക്കിയും കൂടെ കാണാം. എത്ര വണ്ടികളുണ്ട് ഒരു കൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ? കയ്യിൽ ഇപ്പൊ എത്ര വണ്ടികളുണ്ട്? പറയാത്തത് കയ്യിൽ എണ്ണാൻ പറ്റാത്ത വണ്ടിയുണ്ട്. പല ആൺകുട്ടികളുടെ ഡ്രീമാണത് അല്ലേ. അത് അച്ചീവ് ചെയ്യാൻ എത്ര സമയം എടുക്കും? അത് ഈസിയാ. അത് നമ്മളൊരു അതാ പറഞ്ഞ ഒരു ടാർഗറ്റ് വേണം. ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തപ്പോൾ അവിടെ വണ്ടിക്കൊന്നും വലിയ വിലയില്ല. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടത്തെക്കാട്ടും ഭയങ്കര ചീപ്പാ. വണ്ടികളൊക്കെ വളരെ ചീപ്പാ. അത് ഏത് ലെവൽ ഓഫ് ചീപ്നെസ് എന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കും. നല്ല വണ്ടി വേണമെങ്കിൽ നല്ല വിലയുണ്ട്. എന്നാലും ഒരു 20,000 താഴെ. അങ്ങനെ പറയാനാണെങ്കിൽ ഇവിടെ LC എടുക്കണമെങ്കിൽ ഇപ്പൊ ലാൻഡ് ക്രൂസർ വേണമെങ്കിൽ ഇവിടുത്തെ 1 കോടിക്ക് അടുത്ത് കൊടുക്കണ്ടേ. അവിടെ നമുക്ക് 10 ലക്ഷം 12 ലക്ഷം 15 ലക്ഷം 20 ആ റേഞ്ച് കിട്ടും. അത് ഒരു പഴയത് തൊട്ട് പുതിയത് വരെ 8,000 തുടങ്ങും. എനിക്ക് ഈ ഓഫ് റോഡിംഗ് ക്ലബ്ബ് അതിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഇങ്ങനെ കൊടുക്കാനുള്ളത്. വണ്ടി വളരെ ചീപ്പാണ്. അതുകൊണ്ടല്ല അത്രയും വണ്ടിയൊക്കെ വെറുതെ എടുത്തു. അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടിയൊക്കെ വാങ്ങിയാൽ അങ്ങനെയൊന്നുമില്ല. വണ്ടിയൊക്കെ അവിടെ ചീപ്പാ. ബിൽഡ് ചെയ്യാനായി ബുദ്ധിമുട്ട്. എൻ്റെ അണ്ണ ഇതൊക്കെ തള്ളാണോ അണ്ണ? ഈ കാറൊക്കെ 10-21 കാറുണ്ടെന്ന് പറയുന്ന കാര്യം പുള്ളി ഇവിടെ പറഞ്ഞത് ഒരു കാര്യം സത്യമാണ് കേട്ടോ. അവിടെ കാറൊക്കെ ചീപ്പാണ്. ഒരു എക്സാമ്പിൾ അങ്ങോട്ട് വെക്കാം. BMW M5 ഇന്ത്യയിലെ വില എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ഷോറൂം പ്രൈസ് ഓഫ് അറൗണ്ട് 2.01 crore ആണ്. 2.01 കോടിയാണ് ഇന്ത്യയിലെ വില. ഇതേ കാറിനാണെങ്കിൽ UK നോക്കുമ്പോൾ 1,11,000 UK പൗണ്ടാണ് അവിടുത്തെ വില. അത് ഇന്ത്യൻ മണിയിലുള്ള കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ 21 കാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ആ ഒരു കെയർ ഹോം നടത്തി 11 മാസം കൊണ്ട് പുള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു എമൗണ്ട്, ഈ ഒരു കാറ് വാങ്ങാനുള്ള എമൗണ്ട് അതിനകത്തുനിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു വലിയൊരു കൺഫ്യൂഷൻ. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ അണ്ണ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തള്ളാണോ? അതുകൊണ്ടാണോ നിങ്ങൾ ഇത്തരത്തിൽ ഇതുപോലെ ഇവരെ ത്രട്ടനിങ്ങിനും അല്ലെങ്കിൽ പേടിപ്പിക്കാനും ഭീഷണിയുടെ സ്വരത്തിലൊക്കെ നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിച്ചേക്കുന്നത്? അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രമിച്ചേക്കുന്നത്? അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് തന്നെയാണ്. കാര്യം നിങ്ങളുടെ സൈഡ് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കും. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ലെങ്കിൽ ആ ന്യായം ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങോട്ട് പോയി പേടിപ്പിക്കാനും സെറ്റിൽമെൻറ്റിന് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രമിച്ചേക്കുന്നത്. എന്താണെങ്കിൽ ഈ വീഡിയോ പുറത്ത് അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ പുറത്തോട്ട് കൊണ്ടുവന്നേക്കുന്നത് ഇതേ ആനന്ദ് സുൽജിത്തിൻ്റെ പണ്ടത്തെ വിഷയം നിങ്ങൾ ഇനി നാളെ എടുത്തുകൊണ്ട് വരുന്നത് പുള്ളിക്ക് ഓൾറെഡി മനസ്സിലായി. അതുകൊണ്ട് തന്നെ പുള്ളി ഒരു സ്റ്റോറിയും കൂടെ 3-4 സ്റ്റോറി അടുപ്പിച്ചിട്ടുണ്ട്. ഒരു 3-3.5 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇങ്ങോട്ട് അതോടെ പ്ലേ ചെയ്യാം. ഒരു 4 വർഷം മുമ്പ്, അതായത് 2021 കാലഘട്ടത്തിൽ ഗൗരി ലക്ഷ്മിയുടെ മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഗൗരി ലക്ഷ്മി ഞാനും കൂടെയുള്ള ഒരു പേഴ്സണൽ വെൻഡറ്റ ഗൗരി ലക്ഷ്മി സോഷ്യൽ മീഡിയയിലാണ് തീർത്തത്. ഗൗരി ലക്ഷ്മി ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ തീർത്ത സമയത്ത് ഞാനും ഗൗരി ലക്ഷ്മിയും കൂടെയുള്ള വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പുട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പുട്ട് ഔട്ട് ചെയ്ത സമയത്ത് ഞാൻ ഡിഫമേഷന് കേസ് കൊടുത്തു. ഗൗരി ലക്ഷ്മി എൻ്റെ എതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പിൻവലിച്ചു. അതിനുശേഷം ഗൗരി ലക്ഷ്മിക്ക് ആകെ പറയാനുള്ളൊരു കാര്യം, ഗൗരി ലക്ഷ്മി ഉണ്ടാക്കിയെടുത്തൊരു കഥയായിരുന്നു. ആ ഉണ്ടാക്കിയെടുത്തൊരു കഥയ്ക്ക് കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 17 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ കൊണ്ടിട്ട് ഗൗരി ലക്ഷ്മി എൻ്റെ പേരിലൊരു പോക്സോ കേസ് കൊടുത്തു. ആ പോക്സോ കേസ് കൊടുത്തതിന് ശേഷം എനിക്കുണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും മാനഹാനികളും ബുദ്ധിമുട്ടുകളും വളരെ വലുതായിരുന്നു. എന്നെ അറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് നമ്മൾ പുട്ട് ഔട്ടും കൂടെ ചെയ്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കുക എനിക്ക് എന്താ ഭ്രാന്താണോ പുതിയൊരു ഓഡിയൻസിനകത്ത് ഈ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട്? അല്ല, എനിക്ക് ഭ്രാന്തല്ല. കാരണം ഞാൻ 2021 അനുഭവിച്ചതിനെക്കാട്ടി വലിയ കഥകളൊന്നും ഞാനിവിടെ അനുഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇനി ഞാൻ അനുഭവിക്കാൻ വേണ്ടി നിൽക്കുന്നതുമില്ല. അന്നത്തെ സമയത്ത് നറേറ്റീവ് അവരായിരുന്നു ഹോൾഡ് ചെയ്തത്. ഈ പ്രാവശ്യം നറേറ്റീവ് ഞാനാണ് ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നമ്മൾ 2 മാസത്തിനുള്ളിൽ ആ കേസിൻ്റെ വിധി വരും. ആ കേസിൻ്റെ വിധി വരുന്ന സമയത്ത് നമ്മളൊരു പ്രസ് കോൺഫറൻസും കൂടെ നടത്തുന്നുണ്ട്. ഞാൻ ആ കേസിനെ കുറിച്ചിട്ടോ ആ കേസിൻ്റെ രൂപത്തിനെ കുറിച്ചിട്ടോ അത് ആര് കൊടുത്തുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് പറയണമെങ്കിൽ എനിക്ക് പറയാം, പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. പക്ഷെ ഞാൻ ആ സ്പേസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്.
ബിക്കോസ് ഐ സ്റ്റിൽ ഫീൽ ലൈക്ക് ജുഡീഷ്യറി കുഡ് ഡു സംതിങ് അബൌട്ട് ഇറ്റ്. സോ സ്നേഹം പറയട്ടെ, സ്നേഹം മാത്രം പറയട്ടെ. ഇത് ഞാൻ പറയുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അൻവിനും ഗ്യാങ്ങും ഈ സാധനം കോൾ ഔട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അവർ കോൾ ഔട്ട് ചെയ്ത് തുടങ്ങി. പക്ഷേ ഐ റിയലി വോണ്ട് ടു ഹോൾഡ് ദ നറേറ്റീവ്. പിന്നെ 4 വർഷത്തിന് മുകളിൽ നടന്നതിൻ്റെ കഥകൾ നീയൊക്കെ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ അൻവിനെ, സുനിലോജി, ഏത് മാങ്ങാത്തൊലിയാണെങ്കിലും ആയിക്കോട്ടെ എടുത്തുകൊണ്ട് വാ. പക്ഷേ let me put it out in a very beautiful way that you guys can understand. എന്നെ അന്നും ഇന്നും അറിയുന്ന സുഹൃത്തുക്കളും സുഹൃത്ത് വലയങ്ങളും എനിക്കുള്ളൂ. അതുകൊണ്ട് നീയൊക്കെ എന്തെങ്കിലും ആക്കുവാണെങ്കിൽ ആക്കുക. അതുകൊണ്ട് സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം പരക്കട്ടെ, അത് മാത്രമേ പരക്കാവുള്ളൂ. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇനി അൻവിനും അൻവിൻ്റെ കൂട്ടാളികൾക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പുട്ട് ഔട്ട് ചെയ്യുന്നത്. എൻ്റെ പാസ്റ്റ് ഡിഗ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 4 വർഷം മുമ്പോട്ടുള്ള കഥയെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകളെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ മീ ഔട്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിറ്ററലി കോൾ മീ ഔട്ട്. ലൈക്ക് ടു ബി വെരി ഓണസ്റ്റ്, ഐ വിൽ ഓൾസോ കോൾ മൈ സെൽഫ് ഔട്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയോ 2 മാസമോ 3 മാസമോ മുമ്പുള്ള കഥകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ മീ ഔട്ട്. അല്ലാതെ 5 വർഷം മുമ്പ് നടന്നിട്ടുള്ള കഥകൾ എടുത്തുകൊണ്ടിവിടെ വന്നു കഴിഞ്ഞിട്ട് എന്ത് കാര്യം ഹേ. പക്ഷേ കമ്മിങ് ടു ദ പോയിന്റ്, അൻവിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത ഫ്രൈഡേ പുട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അൻവിൻ്റെ UK ബിസിനസ് നിലനിൽക്കുമോ നിലനിൽക്കത്തില്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു കാണാം. സ്നേഹം പരക്കട്ടെ, സ്നേഹം മാത്രം. എക്സാക്ട്ലി. എന്താണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ തന്നെ അവർ ശ്രമിക്കുന്നുണ്ട്. ഇനി പുറത്തോട്ട് കൊണ്ടുവന്ന് ഈ ഒരു വ്യക്തിയുടെ ക്രെഡിബിലിറ്റി ഇല്ലാക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ വിഷയങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തോട്ട് വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ട് നന്നായി, നിങ്ങൾ മുൻകൂറായിട്ട് തന്നെ ഈ ഒരു സാധനം പറഞ്ഞത് എന്തുകൊണ്ട് നന്നായി. ഇല്ലെങ്കിൽ ആൾക്കാർക്ക് ഈ ഒരു സാധനം പിടുത്തം കിട്ടൂല. പിന്നെ എന്താണെങ്കിലും രക്ഷകനായിട്ട് നമ്മുടെ സുനിലോജി പുള്ളി എന്താണെങ്കിലും എത്തുന്നതായിരിക്കും. മറ്റേ ഷുഗർ ഡാഡി ആപ്പൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്ന നമ്മുടെ സുനിലോജിയാണ്. അപ്പോൾ പുള്ളി എന്താണെങ്കിലും സ്ട്രോങ് ആയിട്ട് തന്നെ ആൻവിൻ ജോസിന്റെ ഒപ്പം തന്നെ ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ പല വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന സ്ഥിതിക്ക് നിങ്ങൾ ഇതുപോലെ പേടിപ്പിക്കാനും ബാക്കിയുള്ള വിഷയങ്ങളും ചെയ്യാനും നിൽക്കാതെ, ഞാൻ നോക്കുമ്പോൾ ആൻവിൻ ജോസ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, പട്ടി ഇങ്ങനെ കുരയ്ക്കുന്ന ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ലാതെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ, കൃത്യമായിട്ടൊരു സാധനം നിങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരണം. അല്ലാതെ ഇങ്ങനെ പട്ടി കുരയ്ക്കുന്ന സാധനങ്ങളോ അതൊന്നും അല്ല നിങ്ങളുടെ കൃത്യമായിട്ടൊരു ക്ലാരിറ്റി നിങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരണം. എന്താണെങ്കിലും ഇതൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.